ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മണ്ണിലൊടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് ആക്രമണ ശ്രമമുണ്ടായ രാജസ്ഥാനിലെ ബിക്കാനീർ വ്യോമത്താവളം പ്രധാനമന്ത്രി സന്ദർശിക്കും. जो सिंदूर मिटाने निकले थे उन्हें मिट्टी में मिलाया है। जो हिंदुस्तान का लहू बहाते थे आज कतरे कतरे का हिसाब चुकाया है। जो सोचते थे भारत चुप रहेगा आज वो घरों में डूब डूब के पड़े हैं। जो अपने हथियारों पर घमंड करते थे आज वो मलबे के ढेर में दबे हुए हैं। ये शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है। ये ऑपरेशन सिंदूर है। അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് ഒരു മാസമാവുകയാണ്. ഒരു മാസമായി ആ പഹൽഗാമിൽ നിരപരാധികളായ ആളുകളെ ഭീകരർ കൊലപ്പെടുത്തിയിട്ട്. അതിനിടയിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം തിരിച്ചടി നൽകുകയും ചെയ്തു. ഇപ്പോഴിതാ രാജസ്ഥാനിൽ പ്രധാനമന്ത്രി അതുതന്നെ വിശദീകരിക്കുകയാണ്. ഈ രാജ്യത്തോട് നടത്തിയ അഭിസംബോധന, അതിനുശേഷം വ്യോമസേന താവളത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇവിടെ രാജസ്ഥാനിലെ പ്രസംഗം, എല്ലാം വളരെ അഗ്രസീവായി പാകിസ്ഥാനെതിരെ നടത്തുന്ന പ്രസംഗം തന്നെയാണ്. ബിക്കാനീറിലേക്ക് വ്യോമതാവളം സന്ദർശിക്കാൻ പോകുന്നുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? വിജയകുമാർ, ഈ ബിക്കാനീറിലെ ദേശ് നോക്കിലാണ് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ ഭീകരവാദത്തിനെതിരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും സംസാരിച്ചത്. അതിൽ പറയുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണം മതം ചോദിച്ചായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയത്. അതായത് അത് ലക്ഷ്യമിട്ടത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയുമാണ് ആ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഒപ്പം തന്നെ ഇതിന് ശക്തമായി തിരിച്ചടി നൽകാൻ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. അതിനായി ആ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെയാണ് 22 മിനിറ്റിൽ 9 ഭീകര കേന്ദ്രങ്ങൾ സായുധ സേന തകർത്തത്. മറുപടി നൽകിയത് ഭീകരവാദികളുടെ മണ്ണിൽ ചെന്നാണ് ആ മറുപടി നൽകിയത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സിന്ദൂരം, ഭീകരർ മായ്ച്ചുകളഞ്ഞ സിന്ദൂരം, ആ സിന്ദൂരം ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി മാറി എന്ന രീതിയിൽ ശക്തമായ ഭാഷയിൽ അതിന് മറുപടി നൽകുന്നുണ്ട്. രാജ്യം ആർക്ക് മുൻപിലും തലകുനിക്കില്ല, സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചവരെ ആ മണ്ണിൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ രൗദ്രഭാവമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകരാജ്യങ്ങൾ അറിഞ്ഞത്. ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത്. ഇതിനു മുൻപ് പല സൈനിക നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിലും ഇതാദ്യമായാണ് ഭീകരരുടെ ഹൃദയം തകർക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മറുപടി നൽകിയത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായാൽ തക്കതായ മറുപടി അത് ഇനിയും നൽകും. ആറ്റം ബോംബ്, പാകിസ്ഥാൻ്റെ ആറ്റം ബോംബ് ഭീഷണിയിൽ രാജ്യം പേടിക്കുകയില്ല. ഭീകരവാദത്തെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പാകിസ്ഥാൻ്റെ കപടമുഖം തുറന്നു കാട്ടാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ ഇനിയും ശ്രമിക്കും. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനോട് ഇനിയൊരു ചർച്ചയുണ്ടെങ്കിൽ അത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകില്ല, മറ്റൊന്നുമായി ഇനി ഉണ്ടാകില്ല. ആകെക്കൂടി ഇനിയൊരു ചർച്ച ഉണ്ടെങ്കിൽ അത് POKയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ഇനിയൊരു ചർച്ച നടക്കുക എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം രാജസ്ഥാനിലെ ബിക്കാനീറിലെ വ്യോമത്താവളം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അവിടെ ആക്രമിക്കാൻ ഒരു വിപുല ശ്രമം നടത്തിയിരുന്നു. അവിടെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അല്പസമയത്തിനകം അവിടെ അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാകും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.